ഇടമല ദൈവത്തിന്റെ കൈകളാൽ തലോടിയതുപോലെ മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു. കുന്നിൻ ചെരുവുകളിലെ പച്ചപ്പും തെളിഞ്ഞൊഴുകുന്ന അരുവികളും നേർത്ത കോടമഞ്ഞും അവിടുത്തെ ജീവിതത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകി. അരുണും മിനിയും ആ ഗ്രാമത്തിന്റെ സ്പന്ദനങ്ങളായിരുന്നു. കുട്ടിക്കാലം മുതൽ അവർ ഒരുമിച്ചാണ് കളിച്ചു വളർന്നത്. മിനിയുടെ മുത്തശ്ശിക്കഥകളും അരുണിന്റെ കുസൃതികളും ഇടമലയുടെ ഓരോ കോണിലും അലയടിച്ചിരുന്നു. അരുണും മിനിയും തമ്മിലുള്ള ബന്ധം വെറും സൗഹൃദമായിരുന്നില്ല. അത് രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും തുടർച്ചയായിരുന്നു. മിനിയുടെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുകളിൽ അരുൺ അവരുടെ മകനെപ്പോലെയായിരുന്നു. അരുണിന്റെ അമ്മ മിനിയെ മരുമകളായി കാണാൻ ആഗ്രഹിച്ചു. 19-ാം വയസ്സിൽ മഴയിൽ കുതിർന്ന ഒരു സന്ധ്യക്കരുൺ മിനിയുടെ കൈകളിൽ മുറുകെ പിടിച്ച് വാക്കുകൊടുത്തു. നമ്മുടെ വിവാഹം നടക്കുമുടനെ. ആ വാക്ക് മിനിയുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു നദി പോലെ ഒഴുകിപ്പരന്നു. ആ രാത്രി അവൾ കണ്ട സ്വപ്നങ്ങൾക്ക് മഴവില്ലിന്റെ നിറമായിരുന്നു. അവളുടെ ജീവിതം പൂർണ്ണമാകാൻ പോകുന്നുവെന്ന് അവൾ വിശ്വസിച്ചു. ബിന്ദു ഇടമലയിലേക്ക് കടന്നുവന്നത് ഒരു കൊടുങ്കാറ്റുപോലെയായിരുന്നു. പട്ടണത്തിൽ നിന്ന് വന്ന അവൾക്ക് ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യം ഉണ്ടായിരുന്നില്ല. മിനിയുടെ കൂട്ടുകാരിയായി മാറിയ അവൾ പതിയെ അരുണിന്റെ ജീവിതത്തിലേക്കും കടന്നുകയറി. ആദ്യമൊക്കെ അരുൺ ബിന്ദുവുമായി സംസാരിക്കുമ്പോൾ മിനി സന്തോഷിച്ചു. പക്ഷേ പതിയെ അരുണിന്റെ കണ്ണുകളിൽ മിനിക്ക് ഒരു മാറ്റം കണ്ടു. അത് അവളോടുള്ള സ്നേഹമായിരുന്നില്ല, അത് മറ്റൊരു ആകർഷണമായിരുന്നു. ബിന്ദുവുമായി സംസാരിക്കാൻ അരുൺ പുതിയ പുതിയ കാരണങ്ങൾ കണ്ടെത്തി. അവർ മരങ്ങൾക്കിടയിലെ വിജനമായ വഴികളിലൂടെ ഒരുമിച്ച് നടന്നു. മിനി എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വന്നതാണ് എന്ന് അരുൺ പറയുമ്പോൾ മിനി അത് വിശ്വസിച്ചു. എന്നാൽ അരുണും ബിന്ദുവും തമ്മിലുള്ള നോട്ടങ്ങളിലും ചിരികളിലും രഹസ്യ സംഭാഷണങ്ങളിലും മിനിയുടെ മനസ്സിൽ ഒരു ഭയമുടലെടുത്തു. രാത്രികളിൽ അവൾ ഉറക്കം നഷ്ടപ്പെട്ടു കിടന്നു. തന്റെ ജീവിതത്തിലേക്ക് ഒരു ഇരുണ്ട നിഴൽ വീണതുപോലെ അവൾക്ക് തോന്നി. അരുണിന് പട്ടണത്തിൽ ഒരു ജോലി ലഭിച്ചു. വിവാഹം പെട്ടെന്ന് നടത്താമെന്ന് വീട്ടുകാർ തീരുമാനിച്ചു. അരുൺ മിനിയെ വന്നു കണ്ട് സന്തോഷം പങ്കുവച്ചു. നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാകാൻ പോകുന്നു എന്നവൻ പറഞ്ഞു. അവനെ വിശ്വസിച്ച് മിനി സന്തോഷിച്ചു. പക്ഷേ വിവാഹത്തിന് നിശ്ചയിച്ച ദിവസത്തിന് തലേദിവസം രാത്രി അരുൺ ആരുമറിയാതെ ബിന്ദുവുമായി ഒളിച്ചോടി. പുലർച്ചെ അരുണിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവനെ കാണാതെ മിനിയുടെ കുടുംബം പരിഭ്രാന്തരായി. അരുൺ എവിടെ എന്ന് മിനിയുടെ അച്ഛൻ ചോദിച്ചു. അവൻ ബിന്ദുവുമായി പോയി എന്നറിഞ്ഞപ്പോൾ മിനിയുടെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന പാത്രം നിലത്തു വീണു. ആ ശബ്ദം അവരുടെ ഹൃദയം തകരുന്നതുപോലെയായിരുന്നു. മിനിയുടെ നെഞ്ചിൽ ഒരു കത്തിയെന്ന പോലെ ആ വാർത്ത കുത്തിയിറങ്ങി. അവളുടെ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് ചിതറിപ്പോയതുപോലെ അവൾക്ക് തോന്നി. ഗ്രാമത്തിൽ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഗ്രാമവാസികൾ മിനിയുടെ വീടിനു മുൻപിൽ കൂടിനിന്ന് അവളെ കുറ്റപ്പെടുത്തി. അവളുടെ അശ്രദ്ധ കാരണമാണ് ഇത് സംഭവിച്ചത് എന്നും ബിന്ദുവിനെ കൂട്ടുകാരിയായി കൂട്ടിയത് അവളാണ് എന്നും അവർ പറഞ്ഞു. അവളുടെ അച്ഛൻ ഈ അപമാനം താങ്ങാനാവാതെ ആകെ തകർന്നുപോയിരുന്നു. എന്റെ മകളുടെ ജീവിതം അവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നെഞ്ചിൽ കൈവച്ച് നിലത്തു വീണു. ആ വീഴ്ച അവളുടെ ഹൃദയത്തിൽ പതിച്ച ഒരു കനമുള്ള ഭാരമായിരുന്നു. ഡോക്ടർമാർ ഹൃദയാഘാതമാണെന്ന് വിധിയെഴുതിയപ്പോൾ മിനി അച്ഛന്റെ ശരീരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇതിന് കാരണം ഞാനാണച്ഛാ എന്നവൾ മന്ത്രിച്ചു. ആ വാക്കുകൾക്ക് ശേഷം അവളുടെ ഹൃദയത്തിൽ മറ്റൊരു മുറിവുകൂടിയുണ്ടായി. അച്ഛന്റെ മരണശേഷം മിനി കൂടുതൽ ദുരിതത്തിലായി. ഗ്രാമവാസികളുടെ നോട്ടങ്ങൾ അവളെ വേട്ടയാടി. അവരുടെ കണ്ണുകളിൽ സഹതാപമല്ലപകയായിരുന്നു. അവളൊരു ഭാഗ്യദോഷിയാണ് എന്ന് അവർ ചെവികളിൽ മന്ത്രിച്ചു. ആ വാക്കുകൾ മിനിയുടെ കാതുകളിൽ വിഷം പോലെ നിറഞ്ഞു. ഒറ്റപ്പെടൽ അവളെ ഒരു തടവറയിലെന്ന പോലെയാക്കി. അവളുടെ മുറിയുടെ വാതിൽ പോലും ഒരു കനത്ത ഭാരം പോലെ അവൾക്ക് തോന്നി. ജനലിനപ്പുറം ഇടമലയുടെ രാത്രി നിശബ്ദമായിരുന്നില്ല. കാറ്റ് മരച്ചില്ലകളിലൂടെ മരണത്തിന്റെ പാട്ടുകൾ പാടി. മിനിയുടെ ഹൃദയമിടിപ്പ് ഒരു ഡ്രമ്മിന്റെ താളം പോലെ ഉയർന്നു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മലകൾ അവളെ നോക്കി ചിരിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. നീ എന്നെ ചതിച്ചു അരുൺ, നീ എന്നെ ചതിച്ചു ബിന്ദു എന്നവൾ മന്ത്രിച്ചു. ആ വാക്കുകൾ അവളുടെ ചുണ്ടിൽ നിന്ന് അടർന്നു വീണപ്പോൾ അവളുടെ കണ്ണുകളിൽ ഭയമല്ല, ഒരുതരം ശാന്തതയായിരുന്നു. അവൾ ജനലിന്റെ മറ നീക്കി പുറത്തേക്ക് നോക്കി. മലകൾ അവളെ തുറച്ചു നോക്കുന്നതുപോലെ അവൾക്കു തോന്നി. അവൾ പതിയെ വാതിൽ തുറന്നു. ആ നീണ്ട രാത്രി അവളെ കാത്തിരിക്കുന്നതുപോലെ. അവൾ ആ നീണ്ട ഇരുട്ടിലേക്ക് നടന്നകലുന്ന കാഴ്ച ഇടമലയെ സംബന്ധിച്ച് ഒരു ദുസ്വപ്നം പോലെയായിരുന്നു. മിനിയുടെ മരണശേഷം അരുണും ബിന്ദുവും പട്ടണത്തിൽ പുതിയ ജീവിതം തുടങ്ങി. പക്ഷേ അവരുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. രാത്രിയിൽ അവർക്ക് വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടുതുടങ്ങി. മിനിയുടെ കരച്ചിൽ, അവളുടെ ചിരി, അവളുടെ ദേഷ്യം നിറഞ്ഞ മുഖമതൊക്കെ അവരുടെ ഉറക്കം കെടുത്തി. ഒരു രാത്രി അരുൺ ഭയന്ന് ഞെട്ടിയുണർന്നു.
എനിക്കവളെ കൊല്ലണം. അവൾ എന്നെ ചതിച്ചു. എന്ന് അവൻ ഉറക്കെ നിലവിളിച്ചു. അപ്പോഴാണ് ബിന്ദുവിന് താൻ കണ്ട സ്വപ്നവും അതുതന്നെയാണെന്ന് മനസ്സിലായത്. നമ്മുടെ വീടിനെന്തോ കുഴപ്പമുണ്ടരുൺ. എന്ന് അവൾ മന്ത്രിച്ചു. അതിനുശേഷം അവരുടെ വീട്ടിലെ സാധനങ്ങൾ തനിയെ വീഴാനും ഉടയാനും തുടങ്ങി. പാത്രങ്ങൾ നിലത്തു വീണു ഉടഞ്ഞു. ചുമരുകളിലെ ചിത്രങ്ങൾ നിലത്തു വീണു. അരുൺ ജനലിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഒരു തണുത്ത കാറ്റ് അവനെ തൊട്ടു കടന്നുപോയി. അത് മിനിയുടെ ആത്മാവാണെന്ന് അവർക്കറിയാമായിരുന്നു. അവരുടെ ഹൃദയം ഒരുപോലെ ഭയത്തിൽ മുങ്ങി. മിനിയുടെ ആത്മാവ് ബിന്ദുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ബിന്ദുവിന്റെ കണ്ണുകൾ ചുവന്നു. അവൾ ഭീകരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അവൾ കസേരകൾ എറിഞ്ഞുവാതിലുകൾ അടിച്ചു തകർത്തു. ഒരു ദിവസം രാത്രി അവൾ അടുക്കളയിൽ പോയി കത്തിയെടുത്തു. നീ മരിക്കണം അരുൺ. എന്നു പറഞ്ഞുകൊണ്ട് അവൾ അരുണിന്റെ കഴുത്തിൽ കത്തിവെച്ചു. എന്റെ അച്ഛന്റെയും എന്റെയും ജീവിതം നശിപ്പിച്ച നിന്നെ ഞാൻ കൊല്ലും. എന്ന് അവൾ ഉറക്കെ അലറി. അവളുടെ ശബ്ദം മിനിയുടേതായിരുന്നു. ഭയന്നുപോയ അരുൺ അവളിൽ നിന്ന് കുതറിമാറി. അരുണിന്റെ കുടുംബം ഒരു മസ്ജിദിൽ അഭയം തേടാൻ തീരുമാനിച്ചു. അരുണും കുടുംബവും ഒരു മസ്ജിദിലേക്ക് പോയി. അവിടെയുള്ള ആത്മീയ നേതാക്കൾക്ക് എല്ലാം അറിയാമായിരുന്നു. ഈ ആത്മാവ് പ്രതികാരം ചെയ്യാനായി വന്നിരിക്കുകയാണ് എന്ന് അവർ പറഞ്ഞു. നമ്മൾ ഒരു വഴി കണ്ടെത്തും എന്ന് അവർ അരുണിന് വാക്ക് നൽകി. ഭയവും പ്രതീക്ഷയും നിറഞ്ഞ മനസ്സുമായി അരുൺ കാത്തിരുന്നു. ആത്മീയ നേതാക്കൾ ഒരു പ്രത്യേക ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. അവർ അരുണിന്റെയും ബിന്ദുവിന്റെയും കോലങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം അവർ കോലങ്ങൾ ദഹിപ്പിച്ചു. അരുണും ബിന്ദുവും ഈ ലോകം വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ മിനിയുടെ ആത്മാവിനോട് മന്ത്രിച്ചു. തന്റെ പ്രതികാരം നടന്നുവെന്ന് വിശ്വസിച്ച മിനിയുടെ ആത്മാവ് ശാന്തമായി. അത് മോക്ഷം പ്രാപിച്ചു. മിനിയുടെ ആത്മാവ് പോയിക്കഴിഞ്ഞപ്പോൾ അരുണും ബിന്ദുവും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. പക്ഷേ അവരുടെ മനസ്സിന് പഴയതുപോലെ സന്തോഷമുണ്ടായിരുന്നില്ല. മിനിയുടെ മരണം അവരുടെ ജീവിതത്തിൽ ഒരു കറുത്ത പാടായി അവശേഷിച്ചു. വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതിന്റെയും വിശ്വാസവഞ്ചനയുടെയും ഭവിഷ്യത്തുകൾ അവർ മനസ്സിലാക്കി. കാലം അവരുടെ മുറിവുകൾ പതിയെ ഉണക്കി. അവർ മിനിയുടെ കുടുംബത്തിൽ നിന്ന് ക്ഷമ ചോദിച്ചു. എങ്കിലും മിനിയുടെ ഓർമ്മകൾ ഒരു താക്കീതായി അവശേഷിച്ചു.